ജീവിത അനുഭവങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടപ്പോൾ തന്നെ പിടികിട്ടിയില്ലേ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തോ പറയാനിരിക്കുന്നത്. അതുകൊണ്ടിന്ന് വളരെ കളർഫുള്ളായിട്ട് നല്ല പച്ച ഷർട്ടും ബാക്ക്ഗ്രൗണ്ടിൽ അനീഷ് ഗ്രീഷ്മ എന്നൊക്കെ എഴുതുകയും ചെയ്തു. ഈ ലൈറ്റ് ഞങ്ങളുടെ 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ, പ്രത്യേകിച്ച് ഞാൻ ആ സമയത്ത് ഓസ്ട്രേലിയയിലായിരുന്നു, കുഞ്ഞുങ്ങൾ മമ്മിക്ക് കൊടുത്ത ഒരു ചെറിയ പാർട്ടി, വീട്ടിൽ തന്നെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഞങ്ങളുടെ 4 മക്കളും എൻ്റെ ഭാര്യ ഗ്രീഷ്മയും ചേർന്ന് ദൈവത്തെ സ്തുതിച്ച ഒരു സമയത്ത് ഒരു ഗിഫ്റ്റായിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് പുറകിലിരിക്കുന്ന ആ ലൈറ്റ്. മെയ് 28 18ാമത്തെ വർഷത്തിലേക്ക് കടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഞാൻ ഓർത്തു, ജീവിതാനുഭവങ്ങളിൽ തീർച്ചയായിട്ടും കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുക തന്നെ ചെയ്യണം. മെയ് 28, 2009 എറണാകുളത്ത് AJ ഹാളിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. റെവറൻഡ് VT എബ്രഹാം, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലബാർ സൂപ്രണ്ടൻ്റ് ആയിരുന്ന അദ്ദേഹം ഞങ്ങളുടെ വിവാഹം സോളമനൈസ് ചെയ്തു. ഡോക്ടർ പോൾ ദിനകരൻ മെയിൻ മെസ്സേജ് പറഞ്ഞു. പാസ്റ്റർ പോൾ തങ്കയ്യ 2ാമത്തെ മെസ്സേജ് പറഞ്ഞു. പാസ്റ്റർ KC ജോൺ 3ാമത്തെ മെസ്സേജ് പറഞ്ഞു. 4 ശക്തരായ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഉണർവിനായിട്ട് പ്രയോജനപ്പെട്ടവർ ഞങ്ങളുടെ വിവാഹത്തിനുണ്ടായിരുന്നത് വളരെയധികം ബ്ലെസ്സിങ് ആണ് എന്ന് ഞാൻ കരുതുന്നു. 27 വയസ്സും 25 വയസ്സുമായിരുന്നു എനിക്കും ഗ്രീഷ്മയ്ക്കും ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ. എന്നാൽ 18ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 45ാമത്തെ വയസ്സ് ഗ്രീഷ്മയ്ക്ക് 44ാമത്തെ വയസ്സോ 43ാമത്തെ വയസ്സിലോ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. 2 പേരായിട്ട് ഞങ്ങൾ തുടങ്ങിയ കുടുംബം ഇന്ന് 6 പേരുള്ള കുടുംബമായി. ദൈവത്തിൻ്റെ സഭയാകുന്ന കുടുംബത്തെ കൂടെ ചേർത്ത് വെച്ചാൽ 100 കണക്കിന് ആളുകൾ ബാംഗ്ലൂരിലും 1000 ആളുകളെ ഓൺലൈനിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. തോമസ് കുട്ടി ബ്രദർ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞു, ലോകത്തിൽ ഒരിടവും ഒരു പെർഫെക്റ്റ് ഫാമിലി ഇല്ല, പെർഫെക്റ്റ് പാസ്റ്റർ ഇല്ല, പെർഫെക്റ്റ് ഹസ്ബൻഡ് ഇല്ല, പെർഫെക്റ്റ് വൈഫ് ഇല്ല. ഞങ്ങളുടെ കുടുംബവും അങ്ങനെ 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു എക്സലന്റ് ഗ്രേഡിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അത് ഞങ്ങൾ മിടുക്കരായതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം. വിവാഹം എപ്പോഴും എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു സമയമാണ്. എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഉണ്ടായിരുന്നു വിവാഹം കഴിക്കുന്ന ആ സമയത്ത്. പ്രത്യേകിച്ച് ആ ഒരു ഏജ് ആവുമ്പോൾ ചെറുപ്പക്കാരുമൊക്കെ എന്നെ കാണുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഓപ്പോസിറ്റ് സെക്സിലുള്ളൊരു പാർട്ട്ണറിനെ നമുക്ക് വേണമെന്ന് നമുക്ക് സാധാരണഗതിയിൽ തോന്നുവാൻ തുടങ്ങും. അത് മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിൽ പോലും ദൈവത്താൽ വച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ആ ഒരു ഏജ് ആവുമ്പോൾ. ഇപ്പോൾ കുഞ്ഞായിരിക്കുമ്പോഴും നമുക്കങ്ങനെ തോന്നത്തില്ല. എന്നാൽ ആ ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ബിറ്റ്വീൻ 22 and 27, തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് കാരണം, ദൈവത്തിൻ്റെ സിസ്റ്റംസും കാരണം നമുക്കൊരു ആഗ്രഹം തോന്നും, എനിക്കൊരു പാർട്ട്ണറിനെ വേണം. അങ്ങനെ ഞാനും ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഡാഡിക്കും എൻ്റെ ഭാര്യ പിതാവ് ദേവസ്യ മുല്ലക്കര സാറിനും കൊടുത്ത ആലോചന പ്രകാരമാണ് 2009 മെയ് 28 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ ആ ദിവസമൊക്കെ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഓർക്കുന്നു. കാരണം ചേർത്ത് പിടിക്കാൻ ഒരാളെ കിട്ടി, ഒറ്റയ്ക്കുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തീരുന്നു, എപ്പോഴും കൈ പിടിക്കാൻ ഒരാളുണ്ട്, ഒറ്റയ്ക്കല്ല. ആദ്യ രാത്രി ഞാൻ ഓർക്കുന്നു, വളരെ ക്ഷീണിച്ച് തളർന്ന്, എന്നാൽ കല്യാണത്തിൻ്റെ നല്ല കുറേ അനുഭവങ്ങൾ പങ്കിട്ട് എൻ്റെ സ്വന്തമെന്ന് പറയുവാൻ പെട്ടെന്നൊരാൾ എൻ്റെ ലൈഫിലേക്ക് കയറി വന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. അടുത്ത ദിവസം അതിരാവിലെ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ ചെയർകാറിലിരുന്ന് യാത്ര ചെയ്യുന്നു, കൈപിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് വന്ന് ഗവൺമെൻറ്റിൽ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ്സും ഒപ്പിടേണ്ടതും ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു. 2 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ആ താമസിച്ച റൂം എൻ്റെ ഡാഡിയും മമ്മിയും വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അതേ റൂമിൽ തന്നെ, ഒരു ഔട്ട് ഹൗസ് പോലെയാണ്, പുറത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും ഞാൻ ബേബി ആയിരുന്നപ്പോൾ എൻ്റെ മമ്മി എന്നെ വളർത്തുകയൊക്കെ ചെയ്തത്.
ആ ഔട്ട് ഹൗസ് റൂമിലാണ്. ആ റൂം ഇന്നുമുണ്ട്. ആ റൂം ഇന്ന് ഹോപ്പ് ഇൻ ജീസസിൻ്റെ ട്രിവാൻഡ്രത്തെ മെയിൻ ഓഫീസാണ്. ആ റൂമിൽ തന്നെ എൻ്റെ ഭാര്യയുമായിട്ട് എൻ്റെ ജീവിതം തിരുവനന്തപുരത്ത് തുടങ്ങുവാനുമൊക്കെ ദൈവം സഹായിച്ചതും, തിരികെ എറണാകുളത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വിവാഹ സമയത്ത് ലഭിച്ച കാറ് ഡ്രൈവ് ചെയ്ത് മറൈൻ ഡ്രൈവിൽ പോയതും ഫോട്ടോ എടുത്തതും, കുറച്ച് ദിവസങ്ങൾ എറണാകുളത്ത് താമസിച്ചതും, ഹണിമൂണിന് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ച് മൂന്നാറിൽ പോകാനായിട്ട് ഇറങ്ങിയ എന്നെ എൻ്റെ ഭാര്യ പിതാവ് എറണാകുളം ടൗൺ ഹാളിൽ ഹണിമൂണിന് വിടാതെ 3 ദിവസം തുടർമാനമായിട്ട് പ്രസംഗിപ്പിച്ചതും, അങ്ങനെ ഹണിമൂൺ ക്യാൻസലായി തിരിച്ച് ഞങ്ങൾ ആ വണ്ടി എൻ്റെ ഇളയ സഹോദരൻ പാസ്റ്റർ മോനിഷ് ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂരിൽ ഞങ്ങൾ വന്നതെല്ലാം വളരെയധികം എക്സൈറ്റ്മെൻറ്റും വളരെയധികം സ്പെഷ്യൽ ഫീലിങ്ങുമുള്ള സമയമാണ്. വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളും ആദ്യ മാസങ്ങളും ആദ്യ വർഷവും ബാംഗ്ലൂരിൽ ഒരുമിച്ച് ഞങ്ങളൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കുന്നു, താമസിക്കുന്നു. 2 പേർക്കും പ്രത്യേകിച്ച് കാര്യമായിട്ട് കുക്കിംഗ് അറിയത്തില്ല. കുക്കിംഗ് പരീക്ഷിക്കുന്നു, ചിലത് വിജയിക്കുന്നു, ചിലത് പരാജയപ്പെടുന്നു. രാത്രി ഇരുന്ന് ഞാൻ കീബോർഡ് വായിക്കും, ഗ്രീഷ്മ പാടും, പ്രാർത്ഥിക്കും, കിടന്നുറങ്ങും, രാവിലെ ജോലിക്ക് പോകും. അങ്ങനെ വളരെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ. ശുശ്രൂഷകൾ ആരംഭിച്ചു. ആദ്യമായിട്ട് ഇൻ്റർനാഷണലി കുവൈറ്റിൽ പോയി, ഇന്ത്യയിൽ ബോംബെയിൽ പോയി, ഗോവയിൽ പോയി. അങ്ങനെ ശുശ്രൂഷകൾ ആരംഭിച്ചു. 2011 രണ്ടാമത്തെ വിവാഹ വാർഷികമായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആദ്യത്തെ മകൾ കാരിസ ജനിച്ചു. വളരെയധികം എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ആ ജൂൺ മാസം 25-ാം തീയതി കാരിസയുടെ ജനനത്തിന് ഞാൻ ജോയ്സ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൊക്കെ ഭയങ്കരധികം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടൊരു പിതാവാകാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ദൈവമാക്കി വച്ചിരുന്ന ആ ബേബി എൻ്റെ കൈകൊണ്ട് വാങ്ങിക്കുമ്പോഴും ഉമ്മ കൊടുക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരിക്കലും മറക്കാനൊക്കാത്ത ദാമ്പത്തിക ജീവിതത്തിലെ അനുഭവങ്ങൾ. പിന്നീടുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് അവളെ വളർത്തിയത് എന്നുള്ളത്. ഞാനൊരു ഹാർഡ് വർക്കിംഗ് ഹസ്ബൻഡായിരുന്നു ആദ്യത്തെ പ്രസവത്തിൽ. എനിക്ക് തോന്നുന്നു എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ കുഞ്ഞിനോട് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. രാത്രി കുഞ്ഞ് കരയുമ്പോഴും ഉറങ്ങാതെ ഞാൻ എടുത്തുകൊണ്ട് നടക്കും. ഞങ്ങളുടെ ഇടയിൽ കിടത്തി കുഞ്ഞിനെ ഉറക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായി അവൾ മാറി. വളരെയധികം നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. ആ സമയത്ത് ജോലി ചേഞ്ച് ഉണ്ടാകുന്നു, ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് വരുന്നു. ഇന്ന് കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂർ ചർച്ചിൻ്റെ തുടക്കം കുറിക്കുന്നു. 2013 ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരുവാൻ തീരുമാനിക്കുന്നു. അതിലേറ്റവും അധികം എൻ്റെ ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്തോലാം, നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നോളൂ എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടെ മെച്ചുവറായിട്ടുള്ളൊരു ഭാര്യയെ ഞാൻ കാണുന്നു. ആ സമയത്ത് ഞാൻ നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി 2014 പോകുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്വിൻസ് ആണെന്ന് അറിയുന്നു. 2025 മാർച്ച് മാസം 2-ാം തീയതി ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ പോൾ ആൻഡ് പ്രിസ്കെ ദൈവം തരുന്നു. വളരെയധികം സന്തോഷം തോന്നി. ട്വിൻസിനെ ലഭിച്ചപ്പോഴത്തേക്ക് 2 പേർക്ക് ഉമ്മ മാറി മാറി കൊടുക്കുന്നു. എൻ്റെ മൂത്ത മകൾ കാരിസ അന്ന് 3 വയസ്സേ ഉള്ളൂ. അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്നാൽ പെട്ടെന്ന് പ്രിസ്കയ്ക്ക് ചെവി കേൾക്കാൻ ഒക്കത്തില്ല എന്നറിയുന്നു. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വാസം ഏറ്റു പറയുന്നു. 1 വയസ്സാകുന്നതിന് മുൻപ് കർത്താവ് പ്രിസ്കയെ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. കുഞ്ഞുങ്ങൾ വളരുന്നു, മിനിസ്ട്രി വളരുന്നു, ശുശ്രൂഷ വളരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരത്തിൽ രോഗം വരുന്നു, സ്കിന്നിൻ്റെ അസ്വസ്ഥതകൾ വരുന്നു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലും ശുശ്രൂഷയിലും നമുക്ക് വരുന്നു. ആ സമയത്തും ഭാര്യ ഒരുമിച്ച് നിൽക്കുന്നു, കൂടെ നിൽക്കുന്നു. 2018-ലും 2019-ലും കർത്താവ് ശക്തമായിട്ട് ഇന്ത്യക്കകത്ത് പ്രയോജനപ്പെടുത്തി. 2020 കോവിഡ് ആയപ്പോൾ വീട്ടിൽ നിന്ന് ശുശ്രൂഷയിൽ ഗ്രീഷ്മ ആദ്യമായിട്ട് എൻ്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ മീഡിയയിൽ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഹസ്ബൻഡും വൈഫുമായിട്ട്, കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്ന് കർത്താവ് വീണ്ടും മുൻപിലേക്ക് കൊണ്ടുവന്നു. ഉണർവിൻ്റെ അകത്ത് എനിക്കൊരിക്കലും മറക്കാനാകാത്ത ഹാർട്ട് ടച്ചിങ് മൊമെൻറ്റ്സ് 2024 ഉണർവിൻ്റെ അകത്തുണ്ട്. അതിലൊരു ഉണർവാണ് പാസ്റ്റർ ടിജോ തോമസ് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ, അസാധാരണമായ ദൈവസാന്നിധ്യം വ്യാപരിക്കുമ്പോൾ, ചില പ്രവചനങ്ങൾ എന്നെയും ഗ്രീഷ്മയെ നോക്കി അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഗ്രീഷ്മയെ കെട്ടിപ്പിടിക്കുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 15 വർഷമായിരുന്നു. 15ാമത്തെ വിവാഹത്തിൻ്റെ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റായിട്ടാണ് ദൈവം ആ ഉണർവിനെ അയച്ചത് എന്ന് ഞാൻ പറയുകയുണ്ടായി. ആ ഉണർവിൻ്റെ അകത്ത്
ദൈവം അസാധാരണമായിട്ട് ഞങ്ങൾ വീണ്ടും ബ്ലെസ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഗ്രീഷ്മ വീണ്ടും പ്രഗ്നൻ്റായി. 2025 മെയ് മാസം 22-ാം തീയതി ഞങ്ങളുടെ 16-ാമത്തെ വിവാഹ ആനിവേഴ്സറിക്ക് തൊട്ട് മുൻപേ ദൈവം അടുത്ത ഗിഫ്റ്റും നൽകി. തിയോക്ലിയ, ദൈവമഹത്വം എന്ന് പേരുള്ള ഒരു കുഞ്ഞു ബേബീനെ കർത്താവ് തന്നു. ഇന്ന് ഞങ്ങളുടെ ഹൃദയം വളരെയധികം സന്തോഷിക്കുന്നു. വീടിൻ്റെ ഡൈനാമിക്സ് എല്ലാം മാറിപ്പോയി. ആ കുഞ്ഞുവാവ അവിടെ എഴയുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ, ബാക്കി 3 പേര് എൽഡേഴ്സ്, മൂത്തവര്, 2 ചേച്ചിമാരും ഒരു ചേട്ടനും കൂടെ ആ കുഞ്ഞുവാവെ കരുതുകയും എടുത്തുകൊണ്ട് നടക്കുകയും അവളെക്കുറിച്ച് ഓർത്ത് ആ വീട് മുഴുവൻ അവളിലേക്ക് ഫോക്കസ് ആയപ്പോഴത്തേക്ക് കുടുംബജീവിതം ഇന്നും വളരെ മാധുര്യമുള്ളതാണ് എന്ന് ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 100% പെർഫെക്റ്റ് ആയ ഒരു ഭർത്താവല്ല ഞാൻ. 100% പെർഫെക്റ്റ് ആയ ഭാര്യയും ആയിരിക്കത്തില്ല ഗ്രീഷ്മ. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ യേശു ഉള്ള കുടുംബമായതുകൊണ്ട്, യേശുവിൻ്റെ വലിയൊരു ദൗത്യവും യേശുവിൻ്റെ വലിയ തെരഞ്ഞെടുപ്പും ഉണർവിനായിട്ടുള്ളതായതുകൊണ്ടും ദൈവത്താൻ ഈ കുടുംബത്തെ സംരക്ഷിച്ച് വളർത്തി ഇതുവരെ കൊണ്ടെത്തിച്ചു. വഴക്കുകളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. പിണങ്ങുകയോ തല്ലുകയോ പുഷ് ചെയ്യുകയോ പ്ലേറ്റ് എടുത്ത് എറിയുകയോ സാധനം എടുത്ത് മുഖത്തെറിയോ അടിക്കുകയോ അങ്ങനെ ഒരു കാര്യം പോലും ഈ കഴിഞ്ഞ 18 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇല്ലാത്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. എന്നാൽ ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആർഗ്യുമെന്റ്സ് കൂടുതലായിട്ടും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് ശുശ്രൂഷപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഞാൻ ചിലപ്പോൾ ഗ്രീഷ്മയോട് പറയും, ഗ്രീഷ്മയായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്, ഗ്രീഷ്മയായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്, ഗ്രീഷ്മയായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്, ഞാൻ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ഒരു ഭർത്താവ് ചോദിക്കുന്ന പോലെ ചോദിക്കും. എന്നാൽ അതിൻ്റെ അകത്തൊന്നും ഒരു പിണക്കോ വഴക്കോ ഒക്കെ ഇല്ലാതെ വലിയ സ്നേഹത്തിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. ഉണർവ് സംഭവിച്ചപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചില ഓൺലൈൻ മീഡിയ വീഡിയോ ഒക്കെ എടുക്കുന്നവർ ചോദിച്ചു, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പപ്പായും മമ്മിയും ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കുകൾ ഏതാ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഗ്ലോറിയും റിവൈവലും. ദൈവ സാന്നിധ്യമാണ് ഒരു കുടുംബത്തെ ഏറ്റവും ഭംഗിയാക്കുന്നത്. ആ ദൈവ സാന്നിധ്യം ചർച്ചിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ അനുഭവിക്കുന്നത് പോലെ, ശുശ്രൂഷയ്ക്കകത്ത് അനുഭവിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ അകത്തും ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത്. ആ ദൈവ സാന്നിധ്യം വർദ്ധിച്ചു വന്നു എന്ന് വേണം പറയുവാൻ. ആ സാന്നിധ്യമാണ് നമ്മളെ രൂപാന്തരപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ആദ്യം ഗ്രീഷ്മയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇന്നത്തെ പോലെ ഗ്രീഷ്മയെക്കുറിച്ച് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ഞാനത് പറയുന്നത് ചെറുപ്പക്കാർക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ലോകം വളരെ ദുഷ്ടത നിറഞ്ഞ ലോകമായതുകൊണ്ട്, വിവാഹം കഴിച്ച് ഞങ്ങൾ വളരെ ചെറുപ്പമായതുകൊണ്ട്, ഗ്രീഷ്മയ്ക്ക് 25 വയസ്സേ ഉള്ളൂ. ഗ്രീഷ്മയെ ഞാൻ ഓഫീസിൽ കൊണ്ടുവിടുമ്പോൾ ഞാൻ വളരെ ഇൻസെക്യൂർ ആയിരുന്നു. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, ഏതെങ്കിലും ബോയ് ഗ്രീഷ്മയായിട്ട് അടുക്കുമോ എന്നൊക്കെയുള്ള ഒത്തിരി ഇൻസെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. എന്നാൽ അത് പെട്ടെന്നൊന്നും മാറുന്നൊരു കാര്യമല്ല. കാലക്രമേണ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും ഗ്രീഷ്മയും ഒരുപോലെ മെച്യൂർ ആക്കുകയും ദൈവം തന്നെ കരുതുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചിൽ ഇന്നെനിക്ക് അങ്ങനെ യാതൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വരാറില്ല. ഗ്രീഷ്മയെ ഒറ്റയ്ക്ക് എവിടെ കൊണ്ട് വിട്ടാൽ പോലും അവിടെ പോലും ഗ്രീഷ്മ സുരക്ഷിതയായിരിക്കും, മിടുക്കിയായിരിക്കും, വിശ്വസ്തയായിരിക്കും എന്നറിയാൻ കഴിയും. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവോ മാനസികമായ സ്ഥിതിയോ അനുഭവങ്ങളോ അല്ല വർഷങ്ങളോളം പ്രോഗ്രസ് ചെയ്യുമ്പോൾ. ഒരുപക്ഷെ 50 വർഷം തികഞ്ഞ വിവാഹ ജീവിതമുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതും ആയിരിക്കത്തില്ല, അവർ പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ അടുപ്പവും സ്നേഹവും വർദ്ധിച്ചത്, ഒന്ന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, 2 എൻ്റെ ജീവിതത്തിലെ ഞാൻ മനസ്സിലാക്കിയെടുത്ത സത്യം, ഒരു പിതാവെന്ന നിലയിൽ ഞാൻ എത്രത്തോളം എൻ്റെ കുഞ്ഞുങ്ങളെ കരുതുമോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമോ, അത്രത്തോളം എൻ്റെ ഭാര്യ ആ സ്നേഹം അനുഭവിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, കുഞ്ഞിനെ ഞാൻ കരുതുന്നത്, ഞങ്ങളുടെ മക്കളെ ഞാൻ കരുതിയെന്ന് ചിന്തിക്കാം. പക്ഷേ അതിൻ്റെ പരിമിത ഫലം സ്നേഹം വർദ്ധിക്കും. പല കുടുംബങ്ങളിലും ഭർത്താവും ഭാര്യയും തമ്മിൽ സ്നേഹമില്ലാതായി തുടങ്ങുന്നതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ വേണ്ടതുപോലെ അവർ വാല്യൂ ചെയ്യുകയും സ്നേഹിക്കാതിരിക്കുകയും പരിപാലിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിച്ചു നോക്കിയേ, ഭയങ്കരമായിട്ടുള്ള സ്നേഹം വർദ്ധിക്കും. ഇപ്പോൾ തിയോക്ലിയ
ഗ്രീഷ്മയ്ക്കാണെങ്കിൽ തിയോക്ലിയെ വിട്ടുമാറാനൊക്കത്തില്ല. ഇപ്പോൾ തിയോക്ലിയയ്ക്ക് 1 വർഷവും 1 മാസവുമായി ഒരു ദിവസം പോലും തിയോക്ലിയെ മാറി നിന്നതായിട്ട് ഗ്രീഷ്മയ്ക്ക് ഓർമ്മയില്ല. എന്നാൽ ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. മിനിസ്ട്രി കാരണമോ ജോലി കാരണമോ ഒക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ തിയോക്ലിയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയിൽ ഉണർവുണ്ടായെങ്കിൽ പോലും ആ ഉണർവിൻ്റെ അകത്ത് പോലും തിയോക്ലിയെ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് കൊണ്ട് മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇപ്പോഴാണെങ്കിൽ പോലും ഒരു 3 മണിക്കൂറൊക്കെ തിയോക്ലിയെ കണ്ടില്ല എങ്കിൽ തന്നെ വളരെയധികം അസ്വസ്ഥതയുണ്ട്. തിയോക്ലിയെ നോക്കുന്ന ഗ്രീഷ്മയെ കാണുമ്പോൾ എനിക്ക് ദൈവത്തോട് നന്ദിയുള്ളതുപോലെ തന്നെ ഗ്രീഷ്മയോട് എൻ്റെ സ്നേഹം വർദ്ധിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിൽ നിന്ന് സ്നേഹം ലഭിക്കുമ്പോഴാണ് കുടുംബത്തിൻ്റെ അകത്ത് വളരെയധികം സ്നേഹം വർദ്ധിക്കുന്നത്. ഒരു പെർഫെക്റ്റ് വൈഫ് ആകാൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടും ആകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ പെർഫെക്ഷൻ കർത്താവിന് മാത്രമേ ഉള്ളൂ. ഇനി ആ പെർഫെക്ഷൻ വരാൻ പോകുന്നത് കർത്താവിൻ്റെ സഭയാകുന്ന മണവാട്ടി സഭയ്ക്കാണ്. എന്നാൽ എനിക്ക് ആവശ്യങ്ങളുള്ളപ്പോഴൊക്കെ എന്നെ നന്നായിട്ട് കരുതും. ആ കരുതലാണ് ഏറ്റവും വലിയ സ്നേഹം. ഇന്നത്തെ ഒരു ബിസി ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പല ഭാര്യമാർക്കും ഭർത്താവിനെ കരുതുവാനായിട്ട് സമയം കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, 2 മാസത്തിന് മുൻപേ എനിക്ക് അല്പം ഷുഗർ ഉണ്ട് എന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നു. അതിനുശേഷം 2 രീതിയിലാണ് ഗ്രീഷ്മ എന്നെ കരുതുന്നത് ഞാൻ കാണുന്നത്. ഒന്ന്, ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ പോരാടി തന്നെ പ്രാർത്ഥിക്കുന്നു. തനിക്കൊരു ഭർത്താവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ജീവിതം ഭർത്താവുമായിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല, ദൈവം തൻ്റെ ഭർത്താവിനെ കുറിച്ച് ആഗ്രഹിച്ച എല്ലാ പദ്ധതികളും നിറവേറണം എന്നുള്ള വലിയ ശക്തമായ പ്രാർത്ഥന. 2, മക്കൾക്ക് വേണ്ടി താൻ കുക്ക് ചെയ്ത് ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനേക്കാളും അധികം ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുകയും എനിക്ക് കഴിക്കാനൊക്കുന്ന ഈ ആഹാരങ്ങൾ തരികയും അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ എഫർട്ട് ഇടുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സ്നേഹത്തിൻ്റെ വർധനവാണതുള്ളത്. അതുകൊണ്ടാണ് സദൃശവാക്യം 31 അങ്ങനത്തെ ഭാര്യയെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമാണെങ്കിൽ കുഞ്ഞുങ്ങൾ വളരെയധികം വ്യത്യാസത്തിൽ വളരും. പല കുഞ്ഞുങ്ങളും വളരെ ബ്രോക്കൺ ആയിട്ടാണ് ഈ ലോകത്തിൽ വളരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും, ഞാൻ ഈ ഓസ്ട്രേലിയൻ ഉണർവിന് ശേഷം എടുത്തൊരു ഡിസിഷനാണ്, എല്ലാ തിങ്കളാഴ്ചയും ഞാൻ കുടുംബത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ തിങ്കളാഴ്ച റിവൈവൽ നൈറ്റ്സ് ഇല്ലാത്തത്. ചർച്ചിൽ അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വരും, പക്ഷെ തിങ്കളാഴ്ച ഇപ്പോൾ ഞാൻ വരത്തില്ല. തിങ്കളാഴ്ച ഞാൻ ഫാമിലിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് 2-3 മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയും. അല്ലെങ്കിൽ സാധാരണ ഞാനിവിടെ റിവൈവൽ നൈറ്റ്സ് ചെയ്യും. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഭക്ഷണം കഴിച്ച് ഉറങ്ങാറാവും. പിന്നെ അങ്ങനെ ടൈം കിട്ടാറ്. അതിലെൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അപ്പാ, ഞങ്ങളുടെ ക്ലാസ്സിൽ 25 പേരുണ്ടെങ്കിൽ ഏകദേശം 15 പേരുടെ കുടുംബത്തിൽ അവർ വന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അവർ ഡിവേഴ്സ്ഡായി അല്ലെങ്കിൽ ഡിവേഴ്സ് ചെയ്യുന്നതിനായിട്ട് ചിന്തിക്കുന്നു. അവർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പപ്പായും മമ്മിയും വഴക്കിടാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഇല്ല. അതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? അപ്പോൾ ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ ഹസ്ബൻഡും വൈഫും വഴക്കാണ്. അതിനൊരു 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സഹോദരിമാർ ജോലി ചെയ്യത്തില്ല. ഇപ്പോൾ ബാംഗ്ലൂർ സഹോദരിമാർ ജോലി ചെയ്യുന്നുണ്ട്, നല്ല ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ചിലർ വളരെ ഹൈ ലെവലിലോട്ട് കയറി വരുമ്പോൾ എവിടേക്ക് ഒരു പ്രൈഡ് കയറി വരുമോ, മലയാളത്തിൽ അത് അഹങ്കാരം എന്നൊക്കെ പറയാം, ഗർവ് കയറി വരുമ്പോൾ അപകടമാണ്. ഈ അപകടത്തെ വർഷങ്ങൾക്ക് മുൻപേ കണ്ടതുകൊണ്ടാണ് പൗലോസും പത്രോസും ഒക്കെ എഴുതിയത്, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം, 2 പേരും ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കണം, മക്കൾ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നൊക്കെയുള്ള മനോഹരമായ കുടുംബജീവിതത്തെക്കുറിച്ച് എഴുതിയത്. ഇങ്ങനൊരു കുടുംബജീവിതം ക്രിസ്തു നമ്മിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാണ്. ഇങ്ങനൊരു ബ്യൂട്ടിഫൈഡ് ലൈനിൽ നിന്നാൽ നമ്മളെ ഒത്തിരി അത് പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ഈ ലോകത്തിലെ പിശാച് ആരെ വിഴുങ്ങുണ്ടെന്ന് അലർന്ന സിംഹം പോലെ നടക്കുന്നു. ടെംപ്റ്റേഷൻസ്, പരീക്ഷകൾ, പ്രശ്നങ്ങൾ, പ്രലോഭനങ്ങൾ വരാം. അവിടെയാണ് ബുദ്ധിയുള്ള സ്ത്രീയോ തൻ്റെ ഭവനം പണിയുന്നത്. ഒത്തിരി ഭർത്താക്കന്മാർ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിൽ വീഴുന്നു. രക്ഷിക്കപ്പെട്ട ഭർത്താക്കന്മാർ ചിലർ മദ്യപാനികളായി തീരുന്നു. അവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭർത്താവിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഭാര്യയുടെ സമീപനം. ഭർത്താവിനെ കെയർ ചെയ്യാതെ മക്കളെ കൂടുതലായിട്ട് കെയർ ചെയ്താൽ, മക്കളെ കെയർ ചെയ്യേണ്ടെന്നല്ല,
നമ്മൾ പോലും അറിയാതെ ഒരു പ്രൊട്ടക്ഷൻ ഭർത്താവ് ലോസ്റ്റ് ആവും. ചില ഭാര്യമാർ ഒത്തിരി കൺസേൺഡ് ബിസി മക്കളെക്കുറിച്ച് മാത്രമാണ്, എന്നാൽ ഭർത്താവിനെ കുറിച്ച് ആ കൺസേൺ ഇല്ല. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് എനിക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടെന്നറിഞ്ഞ് എന്നെക്കുറിച്ച് കൺസേൺ ആകാതിരിക്കുകയും കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രം കൺസേൺ ആകുകയും ചെയ്താൽ ഞാൻ പോലും അറിയാതെ ഒരു പക്ഷേ വേറെ ഒരു സ്ത്രീയുടെ സാമീപ്യത്തിലേക്കോ സമീപനത്തിലേക്കോ ഒക്കെ ഒരു സാധാരണ പുരുഷനായിരുന്നെങ്കിൽ വീഴാനുള്ള സാധ്യതകൾ അത്യന്തികമാണ്. കുഞ്ഞുങ്ങളും അതുപോലെയാണ്. കുഞ്ഞുങ്ങൾക്കും ആസ് എ ഫാദർ ആൻഡ് മദർ നമ്മൾ ലവ് കൊടുക്കണം. നമ്മൾ അവരുടെ ടീച്ചറോ പ്രൊഫസറോ അല്ല, നമ്മൾ അവരുടെ ബോഡി ഗാർഡല്ല, നമ്മൾ അവരുടെ സെക്യൂരിറ്റി ഗാർഡ്. നമ്മുടെ അവരുടെ അപ്പനാണ്. അവർക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്, അവരുടെ ബുദ്ധിമുട്ടുകളുള്ളത്, അവരുടെ വേദനകൾ എല്ലാം കേൾക്കണം. അതിന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അല്പം ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം ഞാൻ ഷുഗർ കുറച്ചു. 1.5 മാസമായിട്ട് ഇപ്പോൾ ഞാൻ അരി ആഹാരം കഴിക്കുന്നില്ല. ഇപ്പോൾ വൈകുന്നേരം അല്പം ലൈറ്റ് ഡിന്നർ കഴിച്ചാൽ, ഏത് നേരം ആഹാരം കഴിച്ചാലും കഴിയുന്നിടത്തോളം ഞാനൊരു 15 മിനിറ്റ്സ് നടക്കാൻ പോകുന്നു. ഞാനൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്ന. അപ്പാർട്ട്മെൻറ്റിൽ നടക്കാൻ എപ്പോൾ പോയാലും എൻ്റെ ഇളയ മകൾ കൂടെ വരും. എനിക്ക് വലിയ ഇഷ്ടമാണ്. നടക്കുന്നത് മാത്രമല്ല, 15 മിനിറ്റ് നോൺ സ്റ്റോപ്പ് അവൾ വർത്തമാനം പറയും. അവളുടെ സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും എന്നോട് പറയും, സ്കൂളിലെ കാര്യങ്ങളെല്ലാം എന്നോട് പറയും. അവളുടെ നേച്ചർ അങ്ങനെ, വന്ന് നടക്കുക, വർത്തമാനം പറയും. എന്നാൽ എൻ്റെ മകൻ അങ്ങനെ നടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളെന്നല്ല. ഞാൻ സോഫയിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്നോടൊന്ന് ചോദിക്കും, അല്പസമയം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? കെട്ടിപ്പിടിക്കും. കുറച്ച് കാര്യങ്ങളെ പറയത്തുള്ളൂ. പറയുന്ന മിക്കവാറും വല്ല ക്രിക്കറ്റിനെ കുറിച്ചോ ഫുട്ബോളിനെ കുറിച്ചോ വല്ല പ്ലെയറിനെ കുറിച്ചായിരിക്കും. എനിക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാകത്തുമില്ല, എന്നാലും എല്ലാം മനസ്സിലാകുന്നത് പോലെ തലയാട്ടും. ഞാനും ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കും. മൂത്തോള് 15 വയസ്സായി, ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. പണ്ടത്തെ പോലും എന്നോട് അങ്ങനെ അധികം അവൾ വർത്തമാനം പറയത്തില്ല. എന്നാലും ഞാൻ ഇടയ്ക്കിപ്പോൾ അവളെ വിളിച്ചിരുത്തി അവൾ പഠിക്കുന്ന കാര്യങ്ങൾ, അവളുടെ പുസ്തകത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അവളൊക്കെ എന്നെക്കാളും മിടുക്കന്, എന്നാലും ചോദ്യങ്ങൾ ചോദിക്കുകയും പഠിക്കുന്ന കാര്യത്തിൽ ഇൻവോൾവ് ആകുകയും അവൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സഹായം വേണമെങ്കിൽ അതെല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായി ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ ഏതൊരു പിതാവിനും മാതാവിനും സാധ്യമല്ല. എന്നാൽ അവർക്കത് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമ്മുടെ ചില കാര്യങ്ങൾ കുറയ്ക്കേണ്ടി വന്നാലും കുറച്ചിട്ട് അവർക്കത് വാങ്ങിച്ചു കൊടുക്കാൻ മനസ്സുണ്ടായാൽ ഏറ്റവും നല്ലത്. ചില സ്പെഷ്യൽ മൊമെന്റ്സ് ഒക്കെ അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് രജിസ്റ്റേർഡ് ആയി കിടക്കും. എൻ്റെ മൂത്ത മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ആണ്, അതിൻ്റെ പേരെനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, T വെച്ച് തുടങ്ങുന്ന ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചോക്ലേറ്റ് കണ്ടു. പെട്ടെന്ന് ഞാൻ ഗ്രീഷ്മയോട് ചോദിച്ചു, ഗ്രീഷ്മ, കാരിസയ്ക്ക് ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ലേ, വാങ്ങിക്കണ്ടേ? ഞാനത് എടുത്തു നോക്കിയപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. അതിന് 499 രൂപ, 490, 500 രൂപ. ഞാൻ പറഞ്ഞു, ഗ്രീഷ്മ 500 രൂപയുടെ ചോക്ലേറ്റ്. ഗ്രീഷ്മ പറഞ്ഞു, എന്നാലും അവൾക്കത് ഇഷ്ടമല്ലേ. അപ്പോൾ 500 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ഒരു 5 മസാല ദോശ മാറ്റി വയ്ക്കണം. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളത് വാങ്ങിക്കണം. ഞാനത് വാങ്ങിച്ച് അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. മുട്ടായി കഴിക്കുക എന്നുള്ളതല്ല, അവളുടെ അപ്പനത് ഓർത്തല്ല. എൻ്റെ പ്രിഫറൻസ് എൻ്റെ അപ്പന് അറിയാമല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾ അപ്പന് അറിയാമല്ലോ. കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. അവരുടെ സ്കൂളിലെ ആവശ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ളൊരു സ്റ്റേഷനറി കടയിലായിരിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു റബ്ബർ പെൻസിൽ, സ്കെച്ച് പെൻസ്, അവർക്ക് ഇഷ്ടമുള്ള ചില കളേഴ്സ്. സ്പോർട്സിൻ്റെ കടകളുണ്ട്, ബാംഗ്ലൂരിൽ ഡെക്കാത്തലോണുണ്ട്. 6 മാസത്തിൽ ഒരിക്കൽ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കാരണത്തിൽ ഞാൻ അവിടെ കൊണ്ടുപോകും. ഇച്ചിരി ബില്ലൊക്കെ അവരാക്കിയെടുക്കും, എന്നാലും അവർക്ക് വലിയ സന്തോഷം. പ്രത്യേകിച്ചൊരു പാസ്റ്റർ ആയിരിക്കുന്ന ഞാൻ അവർക്കത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാളെ അവർ ചിന്തിക്കും, പാസ്റ്റർമാരും ദേവദാസന്മാരും ഒക്കെ ഇങ്ങനെ, അവർക്കൊരു പ്രോപ്പർ കുടുംബജീവിതം ഇല്ല, അവരുടെ മക്കൾക്ക് അതൊന്നും ലഭിക്കത്തില്ല. അങ്ങനെ അവരെ സ്നേഹിക്കുകയും കരുതുകയും ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുകയും സമാധാനമായിട്ടിരിക്കുകയും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മകൻ പോളിനെയും കൊണ്ട് ബാംഗ്ലൂരിൽ MG റോഡിൻ്റെ അടുത്തൊരു ഫുട്ബോൾ ടർഫുണ്ട്, അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഫുട്ബോൾ ടർഫ് കണ്ടിരുന്ന് കഴിക്കാം. ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിച്ചു, വർത്തമാനം പറഞ്ഞു. ഭക്ഷണത്തെക്കാളും അധികം കുടുംബത്തിൻ്റെ അകത്തുള്ള ആ കൂട്ടായ്മ. കുടുംബത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്കകത്ത് നമുക്ക് ആ സൗന്ദര്യം നിലനിർത്താനായിട്ട് കഴിയത്തുള്ളൂ. ഈ 17ാമത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് ഞങ്ങൾ 18ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ
നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാനും ഗ്രീഷ്മയും ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധം ഇനിയും വർദ്ധിക്കുകയും അത് മുഖാന്തരം ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചേർച്ച് ഫാമിലി, ഓൺലൈനിലുള്ള ആയിരക്കണക്കിനായിട്ടുള്ള നിങ്ങളെയും എല്ലാം ദൈവം ചേർത്ത് പിടിച്ച് സ്നേഹം വർദ്ധിപ്പിച്ച് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർക്കുന്നുണ്ടല്ലോ, പിതാവേ, അങ്ങ് തന്ന എല്ലാവരും ഒന്നാകേണ്ടത്, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായി, അവർ നമ്മളിലും ഒന്നായി തീരേണ്ടതിന് ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയ സാന്നിധ്യം, മഹത്വത്തെ ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. സാന്നിധ്യം വർദ്ധിക്കട്ടെ, വിവാഹ ജീവിതത്തിലെ സന്തോഷവും സൗന്ദര്യവും സ്നേഹവും വർദ്ധിക്കട്ടെ. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും 50 years പ്ലസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ. അതിലൂടെ നമ്മുടെ മക്കൾ, ഇനിയിപ്പോൾ നമ്മുടെ മക്കളുടെ വിവാഹം, നമ്മുടെ മരുമക്കൾ, അവർക്ക് ജനിക്കുന്ന കൊച്ചുമക്കൾ, അവരുടെ വിവാഹം വരെ ജീവിച്ചിരുന്ന് 4ാം തലമുറയെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയി തീർന്നുവെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബി വിത്ത് യു. ഷലോം.